ഹായ് നമസ്കാരം. ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വൈകുന്നേരത്തെ പരിപാടിയാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് നമുക്ക് ഒരു ചായയിലൊക്കെ വൈകുന്നേരത്തെ പരിപാടി തുടങ്ങാം. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റാർ ഫ്രൂട്ട് പറിച്ചെടുക്കണം. അപ്പോൾ അത് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വിളവായി വന്നിട്ടുണ്ട് ഇത്. അപ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഒരു 10-13 കിട്ടിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഒരു 3 മാറ്റി വെച്ചിട്ട് അത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുവാണ്. ബാക്കിയുള്ളത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ 2 അറ്റം ഒന്ന് മുറിച്ച് മാറ്റണം. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അങ്ങനെ സ്റ്റാർ ഫ്രൂട്ട് നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ അച്ചാറിലേക്ക് കുറച്ച് ഈന്തപ്പഴം ആവശ്യമുണ്ട്. ഇത് വൈകുന്നേരത്തെ സൂര്യനാണ് കേട്ടോ. ഇത് നിലാവ് പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ്. എനിക്ക് ആകാശം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു തുടം വെളുത്തുള്ളിയും പിന്നെ 6 പച്ചമുളകും അതും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റാർ ഫ്രൂട്ടിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്ക് നമുക്ക് ഈ സ്റ്റാർ ഫ്രൂട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ വെള്ളമയം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാലേ അച്ചാർ കുറേ നാൾ കേടാകാതെ ഇരിക്കുകയുള്ളൂ. എന്നിട്ട് ഇത് മാറ്റിയിട്ട് നമുക്ക് ആ ചട്ടിയിൽ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ സ്റ്റാർ ഫ്രൂട്ട് പിന്നെ ഈന്തപ്പഴവും കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇവിടെ ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കായപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തായിപ്പോയി അത്. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, പിന്നെ 1/4 കപ്പ് വിനാഗിരി, പിന്നെ സ്വർണ്ണം നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്ക് ഞാനിവിടെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണയാണ് കേട്ടോ. എന്നിട്ട് ഉലുവയും കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയും പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടി ഇട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് വഴന്ന് വെച്ചിരിക്കുന്ന, അതായത് വഴറ്റി വെച്ചിരിക്കുന്ന സ്റ്റാർ ഫ്രൂട്ടും ഈന്തപ്പഴവും കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ അല്പം ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉപ്പിട്ടാണ് ഇത് ഈ സ്റ്റാർ ഫ്രൂട്ട് തിരുമ്മി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആവശ്യത്തിന് അനുസരിച്ചുള്ള ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇവിടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റാർ ഫ്രൂട്ടും ഈന്തപ്പഴവും ഇട്ടുള്ള അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ അച്ചാർ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഈ സ്റ്റാർ ഫ്രൂട്ടൊക്കെയുള്ള വീടുകളിലൊക്കെ ചെന്നാൽ കാണാം, താഴെ കുറേ വെറുതെ വീണ് കിടപ്പുണ്ടാകും. ഇത് നല്ല അയേണുള്ള ഒരു ഫ്രൂട്ടാണ് സ്റ്റാർ ഫ്രൂട്ട്, അതായത് നക്ഷത്രപ്പുളി. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്തതാണ്, എന്നാലും നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.